ഹായ് ബിഗ് ബോസ് സീസൺ 7 നടക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഷാനവാസിനെ മനഃപൂർവ്വമായി തന്നെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതായത് ഷാനവാസ് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് ഷാനവാസിനെ മനഃപൂർവ്വമായി ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അനീഷിനെ ഉയർത്തിക്കൊണ്ടുവരാനും ഇത്തരക്കാർ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിലൂടെ ഷാനവാസിനെ തകർക്കാനും അനീഷിനെ ഉയർത്തിക്കൊണ്ടുവരാനും പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കും, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഷാനവാസ് നല്ല ചില കാര്യം പറയാനും മുഖഭാവവും എല്ലാം നല്ല ഗംഭീരമാണ് ഷാനവാസ്. അനീഷ് ശുദ്ധൻ. അതെപ്പോഴാണ് ബോധ്യമായത് ശുദ്ധനാണെന്ന്? അനീഷ് ചോദിച്ചു ലാലേട്ടൻ, അനീഷേ ഒന്നാം സമ്മാനം ആക്കാൻ കിട്ടേണ്ടത്? അനീഷ് പറഞ്ഞു അത് ഷാനവാസ്. ഷാനവാസ് നല്ല രീതിയിൽ ഇതിൽ കൈകാര്യം ചെയ്തു. ഒന്നാം സ്ഥാനം കിട്ടേണ്ടത് ഷാനവാസിനാണെന്ന് അനീഷ് പറയുന്നു. ശുദ്ധനാണ് അനീഷ്. അത് ചോദിച്ചു, ഷാനവാസേ ഒന്നാം സമ്മാനം ആക്കി കൊടുക്കണം. അപ്പം പറഞ്ഞു ഷാനവാസ് ആക്കി കൊടുക്കണത് അനുമോക്ക്. അപ്പം അനീഷ് പറയുന്നു ഷാനവാസ് എന്നും, ഷാനവാസ് പറയുന്നു അനുമോക്കെന്നും. അപ്പോൾ ആരാ നല്ലവനായത്? അനീഷ്. അനീഷ് ഉള്ള കാര്യം പറഞ്ഞു, സത്യം പറഞ്ഞു. അനീഷ് ശുദ്ധനാ. അതുകൊണ്ടാണ് അനീഷ് പറഞ്ഞത് ഒന്നാം സമ്മാനം ഷാനവാസ്. പക്ഷെ എനിക്ക് വിഷമായിപ്പോൾ എന്താ വളരെ ഫീൽ ചെയ്തു. അദ്ദേഹം പോലെ ഷാനവാസ് കണ്ടത് അനുമോക്കാണ്. നോക്കണേ വ്യത്യാസം. മനസ്സിൻ്റെ വലിപ്പമാണ് ഏറ്റവും വലുത്. മനുഷ്യൻ്റെ മുഖമോ ഒന്നുമല്ല, സംസാരമോ ഒന്നുമല്ല, ശുദ്ധതയാണ് മനസ്സിൻ്റെ. അതിൽ ഞാൻ അനീഷിനെ തൊഴുന്നു. കേട്ടല്ലോ, നിങ്ങൾക്ക് എന്തു തോന്നി? ഇങ്ങനെ ഒരു സംഭവം എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് ഷാനവാസ് എപ്പോഴെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് അനുമോൾ വിജയിക്കണമെന്ന് ഷാനവാസ് എപ്പോഴെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുള്ളി പറയുന്നത് ലാലേട്ടൻ ചോദിച്ചപ്പോ ആരാണ് വിജയിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഷാനവാസ് പറഞ്ഞത് അനുമോൾ വിജയിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് പുള്ളി പറയുന്നത്. എപ്പോഴെങ്കിലും അനുമോൾ വിജയിക്കണം എന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അനീഷിനോട് ചോദിച്ചു ലാലേട്ടൻ ആരാണ് വിജയിക്കേണ്ടത് എന്ന്. അപ്പോൾ ഷാനവാസ് വിജയിക്കണമെന്ന് അനീഷ് പറഞ്ഞു എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? കാണാൻ വഴിയില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇത് മനഃപൂർവ്വമായി തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഷാനവാസ് അനീഷിനെ ചതിച്ചു എന്നാക്കി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത വീഡിയോസ് ആണ്. ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക. ഇവരുടെ ഉദ്ദേശവും അതുതന്നെയാണ്. ഫ്രണ്ട്ഷിപ്പിൽ ഷാനവാസ് ചതി കാണിച്ചു എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ. അതിനുള്ള കാരണം ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് വഴിയാണ്. അതായത് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക. അങ്ങനെയാണ് പലപ്പോഴും ഷാനവാസിനെ ചതിയനാക്കി മാറ്റിയത്. അതായത് അനീഷ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പിൽ ഷാനവാസ് ചതി കാണിച്ചു എന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നത്. ഇവര് ലൈവോ എപ്പിസോഡൊന്നും കാണുന്നില്ല. ഇവര് ചിന്തിക്കുന്നത് കൂട്ടായി നിന്ന് അനീഷിനെ പുറകിൽ നിന്നും ഷാനവാസ് കുത്തി എന്നുള്ളത് മാത്രമാണ്. പക്ഷെ എന്താണ് സംഭവം, ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്നൊന്നും പേർക്ക് അറിയില്ല. ഇത് ഒരാളല്ല, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഷാനവാസിനെ മനഃപൂർവ്വമായി തന്നെ ഡീഗ്രേഡ് ചെയ്യുക, അനീഷിനെ അതിലൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം ആ സമയത്ത് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് വിജയിക്കുകയും ചെയ്തു. ഇങ്ങനത്തെ കഥകൾ ഒരുപാട് ചാനലുകളിൽ വന്നിട്ടുണ്ട്. അതായത് ഷാനവാസ് മനഃപൂർവ്വമായി അനീഷിനെ ചതിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടായിരിക്കും പറയുക, ഷാനവാസ് ചതിച്ചു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഷാനവാസിന്റെ വലിയ ഫാനായിരുന്നു. പക്ഷെ ഷാനവാസ് അനീഷിനെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്ന്. ഇത്തരം വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. എന്തായാലും അവരുടെ ഉദ്ദേശം നടന്നു. ഷാനവാസ് അതിലൂടെ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. ഷാനവാസ് താഴേക്ക് പോയി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് എന്തൊക്കെ നുണകളാണ് ഒരാളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.